നേരാ തിരുമേനി, ഈപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. അന്ന് അമൃത സ്കൂളിൽ പോകാൻ പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു. ആ വിഷമം മാറ്റാൻ വേണ്ടിയാ തിരുമേനി ഈപ്പന്റെ മക്കളെയും കൊച്ചുമക്കളെയുമെല്ലാം അമൃത സ്കൂളിൽ വിട്ടു പഠിപ്പിക്കുന്നത്. സ്കൂൾ അഡ്മിഷന് വേണ്ടി അധ്യാപകർ വിദ്യാർത്ഥികളെ തേടി പോകുന്ന കാലമാണിത്. ഈ ഒരു സമയത്ത് വളരെ വ്യത്യസ്തകരമായ രീതിയിൽ സ്കൂളിന്റെ അഡ്മിഷൻ പോസ്റ്ററുകൾ പുറത്തിറക്കിയിരിക്കുകയാണ് കോട്ടയം അമൃത ഹൈസ്കൂള്. ഇതിൽ ഡോറ ബുജിയും, ലേലത്തിലെ ഈപ്പച്ചനും, നാടോടിക്കാറ്റിലെ ദാസനും വിജയനും, CAD മൂസയിലെ പീതാംബരൻ സാറും, ഹിസ്സൈനസ് അബ്ദുള്ളയിലെ ഉണ്ണിയും എല്ലാവരും ഉൾപ്പെടും. ഇതിനെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ഒരു അമൃത ഹൈസ്കൂളിലെ ഡ്രോയിങ് അധ്യാപകനായ ദീപു സാറാണ്. എന്തായാലും നമ്മുടെ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം നമുക്ക് സാറിനോടൊന്ന് ചോദിച്ചറിയാം. പീതാംബരൻ സാറ്, അമൃത സ്കൂളിൽ അഡ്മിഷൻ തുടങ്ങി, ഓടിവാ, പെട്ടെന്ന് ചെന്നില്ലേൽ അഡ്മിഷൻ ഫുള്ളാകും. എടാ വിജയ, അമൃത സ്കൂളിൽ ചേരാനുള്ള ബുദ്ധി നമുക്ക് നേരത്തെ എന്താ തോന്നാഞ്ഞത്? ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. ഈ വർഷത്തെ പുതിയ അഡ്മിഷൻ ആരംഭിക്കുമ്പോൾ ഒരു വ്യത്യസ്തത വേണം എന്ന് തോന്നി. അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പം ഇങ്ങനെ ചെയ്താൽ കൊള്ളാം എന്ന് തോന്നി ഞാൻ തന്നെ ചെയ്തതാണ്. അപ്പോൾ അത് 1-2 ചെയ്തപ്പം തന്നെ ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ വന്നു. അപ്പം അങ്ങനെ ചെയ്തു. അത് ഏകദേശം ഒരുപാട് പേര് പറഞ്ഞു നല്ലൊരു തീമാണ് എന്നൊക്കെ പറഞ്ഞു. എപ്പോഴീ കണ്ടുമെടുത്ത പരസ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നി അങ്ങനെ ചെയ്താ. അതെ. ആളുകളുടെ അടുത്തുനിന്നുള്ള ഒരു പ്രതികരണം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഒരു ഇതായിരുന്നു, നല്ല ഒരു പ്രതികരണമാണ്. ഒരു വ്യത്യസ്തതയാണല്ലോ. ട്രോളുകൾ, സിനിമാ ഡയലോഗുകൾ ആണല്ലോ ട്രോളുകൾ. അത് വെച്ച് അപ്പോൾ എല്ലാവരും ഒന്ന് കാണും, പെട്ടെന്നൊന്ന് ശ്രദ്ധിക്കും. അതുകൊണ്ട് പാഠ്യേതര വിഷയങ്ങൾ മുഴുവൻ നമ്മളിവിടെ നല്ല ആക്റ്റീവായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്പോർട്സിനാണെങ്കിൽ ഫുട്ബോൾ ടീം, ക്രിക്കറ്റ് ടീം എല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് ഇവിടെ മൾട്ടി ജിമ്മുണ്ട്. കലോത്സവത്തിനാണെങ്കിൽ തന്നെ ഭരതനാട്യം ബോയ്സിൻ്റെയൊക്കെ ഈ പ്രാവശ്യം പുതിയതായിട്ട് പോയതാണ്. അതിന് ഫസ്റ്റ് കിട്ടി. അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. അഡ്മിഷൻ ആരംഭിച്ചു. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തതാണ്. ഞങ്ങൾക്ക് ഇവിടെ അമൃത സ്കൂളിൻ്റെ ഒരു ന്യൂസ് ചാനൽ പോലെയുണ്ട്. അപ്പോൾ ഞങ്ങൾ സ്കൂളിലെ ന്യൂസും വെളിയിൽ പോയി എടുക്കുന്ന ഡോക്യുമെൻ്ററികളൊക്കെ ചെയ്യാറുണ്ട്. ഇത് ഞങ്ങൾ കുട്ടികൾ തന്നെ ഉണ്ടാക്കിയെടുത്ത, ഞാനും കൂടി അങ്ങനെ എടുത്ത. ഇത് 3/4 ഇഞ്ച് പൈപ്പാണ്. ഇതെന്ന് പറയുമ്പോൾ സ്കൂൾ ID കാർഡിൻ്റെ ഇതാണ്. അതൊക്കെ വെച്ച് തന്നെ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഒരു മൈക്കാണിത്. അപ്പം ന്യൂസ് ചാനൽ പോലെ തന്നെ ഞങ്ങൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് കുട്ടികൾക്ക് FM റേഡിയോ, അപ്പം ഈ FM റേഡിയോ സ്റ്റേഷനൊക്കെ വേണ്ടിയിട്ട് 2 ലക്ഷം രൂപയോളം ചിലവാകും. അത് ചിലവ് ഞങ്ങൾക്ക് അത് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ സാധാ നമ്മൾ മൈക്ക് കൂടെ ഓരോ ദിവസവും പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഉച്ചയ്ക്ക് ലഞ്ച് ടൈമിൽ ചെയ്യുന്നു.